ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. വാവ് ചാനൽ വാക്ക് ദി ഓർത്തഡോക്സ് വേ എന്ന ഓർത്തഡോക്സ് വിശ്വാസ പ്രബോധന വേദിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ടുഡേ ഐ എം ഗോയിങ് ടു ഡിസ്കസ് ദ റോൾ ഓഫ് ബൈബിൾ ഇൻ ദി ഓർത്തഡോക്സ് ചർച്ച്. നമുക്കെല്ലാവർക്കും അറിയാം, ബൈബിൾ ഓർത്തഡോക്സ് സഭയിൽ വളരെ പ്രോമിനൻ്റായിട്ട്, വളരെ പ്രൊഫ്യൂസായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രമാണപ്പെട്ട ഗ്രന്ഥമാണ്. എന്നാൽ അതേപ്പറ്റി വേണ്ടവണ്ണമുള്ള പഠനങ്ങളോ ധാരണകളോ ഒന്നും നമ്മുടെ അധികം വിശ്വാസികൾക്കുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഓർത്തഡോക്സ് വിശ്വാസത്തിൽ എന്താണ് ബൈബിളിൻ്റെ സ്ഥാനം എന്ന് ഇനി അടുത്തു വരുന്ന ചില എപ്പിസോഡുകളിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ എൻ്റെ ഒരു ചോദ്യം, ഡിഡ് ജീസസ് റൈറ്റ് എനിത്തിങ്? യേശുക്രിസ്തു എന്തെങ്കിലും എഴുതിയിരുന്നുവോ? യേശുക്രിസ്തു എഴുതിയതായിട്ട് നമ്മൾ വായിക്കുന്ന ഒരേ ഒരു ഇൻസ്റ്റൻസേ ഉള്ളൂ. അത് സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 8. അവിടെ പാപിനിയായ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് കർത്താവിൻ്റെ അടുത്ത് നിർത്തുമ്പോൾ യഹൂദന്മാർ ഇങ്ങനെ അവളെ കല്ലെറിയാനായിട്ട് വളരെ സാഗൂതം നോക്കി അവിടെ നിൽക്കുമ്പോൾ അവൻ വളരെ കൂളായിട്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു എന്നുള്ള ഒരു പ്രതിപാദനമല്ലാതെ കർത്താവ് എഴുതിയതായിട്ട് വേറെ ഒന്നും എങ്ങും നമ്മൾ വായിക്കുന്നില്ല. സോ ജീസസ് ഡിഡ് നോട്ട് റൈറ്റ് എനിത്തിങ്, nor did he instruct his disciples to write anything about him or about his teachings. കർത്താവ് ശിഷ്യന്മാരോടൊന്നും പറഞ്ഞില്ല, ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ എഴുതി വെച്ചോണം, അല്ലെങ്കിൽ എൻ്റെ പുറകെ നടന്നതിന് നോട്ട് കുറിച്ചോണം എന്നൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. തന്നെയുമല്ല, അക്കാലങ്ങളിൽ കർത്താവിൻ്റെ പുറകെ പോയവരൊക്കെ അധികം പേരും നിരക്ഷരരായിരുന്നു. മീൻപിടുത്തക്കാരും അതുപോലെ ആ സമൂഹത്തിലെ കർഷകരുമൊക്കെയാണ് കർത്താവിൻ്റെ പിന്നാലെ പോയത്. ഒരു തരത്തിൽ പറഞ്ഞാൽ സമൂഹത്തിലെ അധസ്ഥിതരായ കുറേ ആളുകളാണ് യേശുക്രിസ്തുവിന് പിന്നാലെ പോയത്. അപ്പോൾ യേശുക്രിസ്തു ശ്രമിച്ചത് ഒരു ഗുരു, അന്നത്തെ കാലങ്ങളിലെ ഗുരു ചെയ്യുന്നത് പോലെ ചില പ്രബോധനങ്ങൾ, ചില ടീച്ചിങ്സ് കൊടുക്കാൻ മാത്രമാണ്. അത് വാമൊഴിയായിട്ട് കൊടുക്കാനാണ് കർത്താവ് ഉദ്ദേശിച്ചതും അങ്ങനെയാണ് ചെയ്തതും. ശിഷ്യന്മാർക്കും അങ്ങനെ ഈ കർത്താവ് പറയുന്നതെല്ലാം എഴുതി വെക്കണം എന്നുള്ള യാതൊരു ധാരണയും അങ്ങനെ ചിന്തയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിൻ്റെ ജീവിതകാലത്ത് യേശുക്രിസ്തുവിനെ പറ്റി യാതൊന്നും തന്നെ എഴുതപ്പെട്ടില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ മരണത്തിനും പുനരുത്ഥാനത്തിനും ശേഷം ഇക്കാര്യങ്ങൾ എഴുതണമെന്നും അതിന് നിയതമായ ഒരു സ്ട്രക്ചറിൽ അത് മനുഷ്യർക്ക് കൊടുക്കണമെന്നും ഒരു ചരിത്രപരമായ നിർബന്ധം, അല്ലെങ്കിൽ അങ്ങനൊരു ചരിത്ര ആവശ്യം ഉണ്ടായി. അതിൻ്റെ കാരണങ്ങൾ 3. ഒന്നാമത്, യേശുക്രിസ്തുവിനെ കണ്ടവരും കേട്ടവരും അറിഞ്ഞവരും തൊട്ടവരും ഒക്കെയായ ആ ആദ്യ തലമുറ, യേശുക്രിസ്തുവിനോടൊപ്പം ജീവിച്ചിരുന്ന ഫസ്റ്റ് ജനറേഷൻ, ശിഷ്യന്മാരുൾപ്പെടുന്ന ആ ഫസ്റ്റ് ജനറേഷൻ, അവർ മരണപ്പെട്ടുകൊണ്ടിരുന്നു. ഓരോരുത്തരായിട്ട് മരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിൽ നിന്ന് കേട്ടവരായ ആളുകൾ, കർത്താവിൻ്റെ പഠിപ്പിക്കലെ നേരിട്ട് മനസ്സിലാക്കിയവർ, അവരൊക്കെ കാലയവനിക ഉള്ളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ, അങ്ങനൊരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ഇനി ഇക്കാര്യങ്ങൾ ഐ വിറ്റ്നസ് എന്നുള്ള രീതിയിൽ പറയാനും പറഞ്ഞു കൊടുക്കാനും ആരുമില്ല എന്നുള്ള രീതിയിലേക്ക് വന്നു. അതുകൊണ്ടാണ് പ്രധാനമായിട്ടും ഇത് എഴുതണം എന്നുള്ള ഒരാഗ്രഹം ശിഷ്യന്മാരിൽ ഉണ്ടായത്. അങ്ങനെയാണ് ഈ ബൈബിളിലെ പുസ്തകങ്ങൾ എഴുതപ്പെടാൻ ഒരു കാരണം. രണ്ടാമത്തെ കാരണം, പൗലോസ്ലീഹായാണ് ജെൻറ്റൈൽ വേൾഡിലേക്ക്, പുറജാതികളുടെ വിജാതികളുടെ ദേശത്തേക്ക് പോയി. അന്നത്തെ റോമാ സാമ്രാജ്യം വിശാലമായ ഒരു വലിയ ഭൂപ്രദേശമാണ്. അതിലെ വിവിധ രാജ്യങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സുവിശേഷം പ്രസംഗിച്ചത് പൗലോസ്ലീഹായാണ്. അപ്പോൾ അദ്ദേഹം സ്ഥാപിച്ച സഭകൾ പലതരം കൾച്ചറുള്ളവരാണ്. വിജാതികളെന്ന് പറഞ്ഞാൽ അന്നത്തെ വിജാതീയ ലോകം പലതരം കൾച്ചറിൽ, പല ദേശങ്ങളിലുള്ളവർ, പലതരം സംസ്കാരങ്ങളിലുള്ളവരാണ്. അവരൊക്കെ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് സഭയിൽ ചേർന്നപ്പോൾ അവരുടെ കൾച്ചറൊക്കെ അങ്ങനെ കിടക്കുകയാണ്. അവരൊക്കെ ജനിച്ചു വളർന്ന പാരമ്പര്യങ്ങളും അവരുടെ ആചാര രീതികളും അവരുടെ ജീവിത ക്രമങ്ങളുമൊക്കെ ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ പല സഭകളിലും പ്രശ്നങ്ങളുണ്ടായി. ചില സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടായി, ചിലർക്ക് ചില കൾച്ചറൽ ക്രൈസിസ് ഉണ്ടായി. അപ്പോൾ
ചിലയിടത്തൊക്കെ തിയോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടായി. യേശുക്രിസ്തു ആരുന്നതിനെ പറ്റിയും അതുപോലെ തന്നെ ഈ ടീച്ചിങ്സ് എന്നതിനെ പറ്റി എന്താണെന്നതിനെ പറ്റിയൊക്കെ ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അവ ദൂരീകരിക്കുവാനായി ഓരോ സഭയിലും ഉണ്ടായ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുവാനും അവ പരിഹരിക്കുവാനുമായിട്ട് പൗലോസ് ശ്ലീഹ, സഭ സ്ഥാപിച്ച പൗലോസ് ശ്ലീഹ എന്ന ഈ മിഷണറി വീരൻ തൻ്റെ സഭകൾക്ക് എഴുതിയ വിവിധ എഴുത്തുകളാണ് ന്യൂ ടെസ്റ്റ്മെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബുക്കുകൾ എന്ന് പറയുന്നത്. 13 ലേഖനങ്ങൾ അങ്ങനെയാണ് എഴുതിയത്. അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് ബൈബിളിലെ പുസ്തകങ്ങൾ എഴുതാനുണ്ടായ രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം നമുക്കറിയാം, ഈ 12 പേര് വരുന്ന ഒരു കമ്മിറ്റിയാണെന്നിരിക്കട്ടെ. ഒരു 12 പേര്, അതിന് അധ്യക്ഷനായിട്ട് ഒരാൾ, 13 പേര്. ഈ 13 പേര് കൂടുന്ന ഒരു കമ്മിറ്റിയിൽ ഈ അധ്യക്ഷൻ എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് 2 ദിവസം കഴിഞ്ഞ് ചോദിച്ചാൽ വെർബാറ്റിം നമുക്കാർക്കും പറയാൻ പറ്റത്തില്ല. ആ അധ്യക്ഷൻ എന്തൊക്കെ പറഞ്ഞു അത് അക്ഷരം പ്രതി അതേ രീതിയിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തു ചെയ്യും? ഈ 12 പേരും 12 വേർഷനായിരിക്കും പറയുന്നത്. പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും ഒക്കെ ഉണ്ടായെന്നിരിക്കും. അപ്പോൾ അങ്ങനെ 1-ാം നൂറ്റാണ്ടിൽ തന്നെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെപ്പറ്റിയും മനുഷ്യത്വത്തെപ്പറ്റിയും യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സിനെ പറ്റിയും ഒക്കെ പലതരത്തിലുള്ള വിപരീത ഉപദേശങ്ങൾ, വഴിതെറ്റിയ ഉപദേശങ്ങൾ ഉണ്ടായി. അതിൽ പ്രധാനപ്പെട്ടതാണ് ഗ്നോസ്റ്റിസിസം അല്ലെങ്കിൽ ജ്ഞാനവാദം എന്ന് പറയുന്ന ഒരു ദുരുപദേശം. ജ്ഞാനവാദം, ഗ്നോസ്റ്റിസിസം ഉണ്ടായി. പിന്നെ മാർസിയോൺ എന്ന് പറയുന്ന ഒരു വേദവിരീതിയുടെ മാർസിയനിസം എന്ന് പറയുന്ന ഒരു വേദവിരീതം, മൊണ്ടാനിസം, ഇന്നത്തെ പെൻറ്റിക്കോസ്റ്റൽ സഭകളുടെ രൂപത്തിലുള്ള പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞ് ചില ചേഷ്ടകളൊക്കെ കാണിച്ച് അവർ മുന്നോട്ട് പോയ ഒരു വിഭാഗമായിരുന്നു മൊണ്ടാനിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പം മൊണ്ടാനിസം ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിനെ അദ്ദേഹത്തിൻ്റെ യേശുക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി ഒരു തോന്നലായിരുന്നു എന്ന് മാത്രം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദൈവത്വം ഒരു തോന്നലാണെന്നൊക്കെ പഠിപ്പിച്ച ഡൊസറ്റിസിസം എന്ന് പറയുന്ന ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. അതുപോലെ അഡോപ്ഷനിസം എന്ന് പറയുന്ന വേറൊരു ചിന്താഗതി. ഇങ്ങനെ 1-ാം നൂറ്റാണ്ടിൽ തന്നെ പലതരത്തിലുള്ള വിപരീത ഉപദേശങ്ങൾ സഭയിൽ ഉണ്ടായി. അപ്പോൾ കർത്താവിനെ കണ്ടവരും കർത്താവിനെ കേട്ടവരുമായ ആളുകൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി, ഇപ്പോൾ എന്തെങ്കിലും എഴുതി വെച്ചില്ലെങ്കിൽ ഇത് കയ്യിൽ നിന്ന് പോകും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് പലതരത്തിലുള്ള ഉപദേശങ്ങൾ, അതിൻ്റെ വിഷപരാഗങ്ങൾ പരന്ന് ഈ യേശുക്രിസ്തുവിൻ്റെ ജീവിതവും പഠിപ്പിക്കലും തന്നെ വളരെ വളരെ വികലമായി തീരും എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ ഹെരസികൾക്കെതിരെ, വിപരീത ഉപദേശങ്ങൾക്കെതിരെ കൃത്യമായി ഈ ശിഷ്യന്മാർ യേശുക്രിസ്തുവിനെ പറ്റിയും അവൻ്റെ ഉപദേശങ്ങളെപ്പറ്റിയും അവൻ പഠിപ്പിച്ച ദൈവരാജ്യത്തെപ്പറ്റിയും ഒക്കെ എഴുതാനായിട്ട് ആരംഭിച്ചത്. നമ്മൾ മനസ്സിലാക്കണം, ആദ്യത്തെ പുസ്തകം എഴുതുന്നത് പോലും, അത് ആദ്യത്തെ പുസ്തകം ഇന്നത്തെ രീതിയിൽ നമ്മൾ ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ കാണുന്ന 27 പുസ്തകങ്ങളാണുള്ളത് ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ. അതിൽ ഓർത്തഡോക്സുകാർക്ക് യാതൊരു ഡിസ്പ്യൂട്ടുമില്ല. 27 പുസ്തകങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. മാത്യു മുതൽ റെവലേഷൻ വരെയുള്ള 27 ബുക്സ്. ഈ 27 ബുക്സ് എഴുതിയത് 8 എഴുത്തുകാരാണ്, 8 ഓതേഴ്സ്. മാത്യു, മാർക്ക്, ലൂക്ക്, ജോൺ. അത് കഴിഞ്ഞ് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽ ലൂക്ക് തന്നെയാണ് എഴുതിയത്. പിന്നെ വരുന്നത് 13 എപ്പിസോഡ്സ് ബൈ സെയിൻറ്റ് പോൾ. അതാണ് ഏറ്റവും വലിയ കോർപ്പസ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ജെയിംസ്, പീറ്റർ ആൻഡ് ജൂഡ്. ഇങ്ങനെ 8 പേരാണ്. അവസാനത്തെ റെവലേഷൻ എഴുതിയ ജോൺ തന്നെയാണ്. അപ്പോൾ 8 പേരാണ് ഈ ന്യൂ ടെസ്റ്റ്മെൻറ്റിൻ്റെ ഓതേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഈ പുസ്തകങ്ങൾ എഴുതിയത് വിവിധ കാലങ്ങളിലാണ്. ഇന്ന് നമ്മൾ കാണുന്ന പോലെ മാത്യു അല്ല ആദ്യം എഴുതിയത്. നമ്മൾ ന്യൂ ടെസ്റ്റ്മെൻറ്റ് തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് മാത്യു ആണ്. മാത്യു അല്ല ആദ്യം എഴുതപ്പെട്ടത്. പൗലൂസിൻ്റെ ലേഖനങ്ങളിൽ തന്നെ 1 തെസലോനിക്കർ, ഫസ്റ്റ് തെസലോനിയൻസ് ഓർ ഗലേഷ്യൻസ്, ഇതിലേതെങ്കിലും ഒരു ബുക്കാണ് ആദ്യം എഴുതിയത് അറൗണ്ട് AD 54. ഇതാണ് പണ്ഡിതന്മാർ പൊതുവെ പറയുന്ന കാര്യം. AD 54 എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു പുനരുദ്ധാനം ചെയ്ത ശേഷം ഏതാണ്ട് 25 വർഷം കഴിഞ്ഞു. 25 years after the death and the resurrection of Jesus Christ, the first book or the first letter in the Bible was written. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. 25 വർഷത്തിന് ശേഷമാണ് യേശുക്രിസ്തുവിനെ നേരിൽ കാണാഞ്ഞ ഒരാളാണ് ആദ്യമായിട്ട് ആദ്യത്തെ ലേഖനം എഴുതുന്നത്, വിശുദ്ധനായ പൗലോസ്. അതിനുശേഷം അദ്ദേഹം എഴുതിയ ലേഖനങ്ങളാണ് കൂടുതലും അക്കാലങ്ങളിൽ. പിന്നീട് തുടർന്ന് AD 60 മാർക്ക് ആദ്യത്തെ സുവിശേഷം എഴുതുന്നത്. മാർക്കിൻ്റെയാണ് ആദ്യ സുവിശേഷം.
അപ്പോൾ ആ കാലങ്ങളിൽ പലതരം സുവിശേഷങ്ങളുണ്ടായിരുന്നു. AD ഒരു 325 ആകുമ്പോഴത്തേക്ക് ധാരാളം സുവിശേഷങ്ങളും ലേഖനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് പിന്നെ ഈ 27 ബുക്സ് നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ പിതാക്കന്മാർ അതേപ്പറ്റി പഠിച്ച് അതിന് ആധികാരികത നിർണ്ണയിച്ച് നമുക്ക് തന്നിരിക്കുന്നത്. 27 ബുക്സ് പ്രത്യേകം ഓർക്കുക, ഈ 27 ബുക്സിൽ ഇപ്പോൾ കാണുന്ന സീക്വൻസിലല്ല അത് എഴുതപ്പെട്ടത് എന്ന് പ്രത്യേകം ഓർത്തിരിക്കണം. എന്നിട്ട് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് ഒരു കോർപ്പസായിട്ട് അല്ലെങ്കിൽ ഒരു കമ്പിലേഷനായിട്ട് ഒരു കളക്ഷനായിട്ട് രൂപീകരിക്കുന്നത്. അത് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്. AD 325 അടുത്താണ് ഇതിൻ്റെ ഒരു കോഡിഫിക്കേഷൻ കൃത്യമായിട്ടും നടക്കുന്നത്. ഇപ്പോൾ തന്നെ ഇന്ന് അവൈലബിൾ ആയിരിക്കുന്ന ഏറ്റവും ഓൾഡസ്റ്റ് മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് AD 325 ഒരു മാനുസ്ക്രിപ്റ്റ് എന്ന് ഓർത്തു നോക്കുക. ഏതാണ്ട് 4 നൂറ്റാണ്ടുകൾ ഇങ്ങനെ പകർത്തി എഴുതി വന്ന മാനുസ്ക്രിപ്റ്റാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന മാനുസ്ക്രിപ്റ്റ്. അത് കോഡെക്സ് സൈനൈറ്റിക്കസ് എന്ന് പറയുന്ന ഒരു മാനുസ്ക്രിപ്റ്റാണ്. അത് സെയിൻറ്റ് കാതറിൻ മൊണാസ്ട്രിയിൽ നിന്ന് 1840 ലഭിച്ച ഒരു മാനുസ്ക്രിപ്റ്റാണ്. ഈജിപ്തിലെ സീനായി പർവ്വതത്തിൻ്റെ താഴ്വാരത്തുള്ള സെയിൻറ്റ് കാതറിൻ മൊണാസ്ട്രിയിൽ നിന്ന് ലഭിച്ച ഒരു മാനുസ്ക്രിപ്റ്റാണ്. ആ മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 4 നൂറ്റാണ്ടുകൾ പലരായിട്ട് പകർത്തി എഴുതി വന്ന ഒരു മാനുസ്ക്രിപ്റ്റാണ്. പൗലോസ് ശ്ലീഹായോ അല്ലെങ്കിൽ ഈ സുവിശേഷകാരന്മാരോ നേരിട്ട് എഴുതിയ ഒരു ലെറ്ററും നമുക്ക് കിട്ടാനില്ല. അതെല്ലാം പോയി. അതിന് പകരം അത് നോക്കി എഴുതിയ പകർപ്പുകളാണ് അല്ലെങ്കിൽ കോപ്പീസാണ് മാനുസ്ക്രിപ്റ്റായിട്ട് ഇപ്പോൾ നമുക്ക് ഉള്ളത്. അപ്പോൾ ഇതാണ് ബൈബിളിനെ പറ്റി നമുക്കുള്ള ഒരു പ്രധാനപ്പെട്ട പഠിക്കേണ്ട ഒരു വിഷയം. ബൈബിൾ എന്ന് പറയുന്നത് ഒരു ദിവസം രാവിലെ ദൈവം ഇങ്ങോട്ട് കെട്ടിയിറക്കി തന്നതല്ല. വിശുദ്ധ ഖുറാനെ പറ്റി മുഹമ്മദീയർ പറയുന്നത് അങ്ങനെയാണ്. മുസ്ലിങ്ങൾ പറയുന്നത് 23 വർഷം കൊണ്ട് പ്രവാചകനായ മുഹമ്മദ് നബിക്ക് ആർക്കേഞ്ചൽ ജബ്രിയേൽ ഓതിക്കൊടുത്ത വചനങ്ങൾ എഴുതി വച്ചതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരാൾ എഴുതിയതാണ്. ഏതാണ്ട് 23 വർഷം കൊണ്ട് ഒരാൾ എഴുതി തീർത്ത ഒരു ഗ്രന്ഥം എന്നുള്ള രീതിയിൽ അവരതിനെ കാണുന്നു. അതുകൊണ്ട് തന്നെ അവരത് ഇൻഫോളിബിൾ ആണെന്ന് പറഞ്ഞ് പോകുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ബൈബിൾ എന്ന് പറയുന്നത്, അതിൻ്റെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു വരുന്ന ന്യൂ ടെസ്റ്റ്മെൻറ്റിനെ പറ്റിയാണ്. 27 ബുക്സ് എഴുതിയത് ഏതാണ്ട് AD 50 ശേഷം 50 മുതൽ 100 വരെയുള്ള ഏതാണ്ട് 50 വർഷങ്ങൾ കൊണ്ടാണ് ഇത്രയും ബുക്സ് എഴുതിയിട്ടുള്ളത്. അതിൻ്റെ കോഡിഫിക്കേഷനൊക്കെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഓർത്തഡോക്സ് സഭയിൽ ഈ രീതിയിലാണ് ബൈബിളിനെ കാണുന്നത്. ബൈബിൾ പൂർണ്ണമായിട്ടും സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറക്കി തന്നതാണെന്നോ അതല്ലെങ്കിൽ അത് മുഴുവൻ ഇൻഫോളിബിൾ ആണെന്നോ ഒന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. നമ്മുടെ ഓർത്തഡോക്സ് ചിന്താഗതിയിലെ ബൈബിളിനെ പറ്റിയുള്ള സ്റ്റാൻഡ് ഇതാണ്: ഇറ്റ് ഈസ് ഡിവൈൻലി ഇൻസ്പയർഡ് ആൻഡ് ഹ്യൂമൻലി എക്സ്പ്രസ്ഡ്. ബൈബിൾ ഈസ് ഡിവൈൻലി ഇൻസ്പയർഡ് ആൻഡ് ഹ്യൂമൻലി എക്സ്പ്രസ്ഡ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓർത്തഡോക്സ് സ്റ്റാൻഡ് എന്താണെന്നുള്ളതിനെപ്പറ്റി കൃത്യമായ രൂപരേഖ കിട്ടും. ഓർത്തഡോക്സ് സ്റ്റാൻഡ് ഒന്നുകൂടെ ഞാൻ അത് കംപ്ലീറ്റ് വായിക്കാം. The scriptures constitute a coherent whole. They are at once divinely inspired and humanly expressed. They bear authoritative witness to God's revelation of Himself in creation, in the incarnation of the Word, and the whole history of salvation, and as such express the Word of God in human language. We know, receive and interpret Scripture through the church and in the church. ഇതാണ് ഓർത്തഡോക്സ് സ്റ്റാൻഡ്. എന്നാന്ന് ചോദിച്ചാൽ വചനം അല്ലെങ്കിൽ തിരുവെഴുത്തുകൾ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതും തിരുവെഴുത്തിനെ ഈ രൂപത്തിലാക്കി നമ്മുടെ കയ്യിൽ തന്നതും അത് ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടതും എല്ലാം സഭയാണ്. അല്ലാതെ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓരോരുത്തർ ഓരോ രീതിയിൽ ബൈബിളിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ഒക്കുകയില്ല. അങ്ങനെ 100 പേര് ബൈബിളിനെ ഇൻ്റർപ്രറ്റ് ചെയ്താൽ 100 വ്യാഖ്യാനങ്ങളായിരിക്കും വരുന്നത്, 100 ഉപദേശങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. അതാണ് ഈ ആധുനിക ലോകത്ത് കാണുന്ന ഈ സ്പ്ലിൻഡർ ഗ്രൂപ്പുകളൊക്കെ ഓരോ രീതിയിൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തു പോയതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ പെന്തിക്കോസ്റ്റൽ പ്രസ്ഥാനങ്ങളും ഒക്കെ ആ രീതിയിൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തു പോവുകയാണ്, 100,000 സഭകളും ഒക്കെ ആയിട്ട്. എനിക്ക് പറയാനുള്ളത്,
ഓർത്തഡോക്സ് സ്റ്റാൻഡ് വളരെ കറക്റ്റാണ്. വി ഗിവ് ഡ്യൂ പ്രോമിനൻസ് ടു ദ ബൈബിൾ. നമ്മുടെ മദ്ബഹായിൽ ഹോളി ഓഫ് ഹോളീസിൽ അതിനുവേണ്ടി തന്നെ ഒരു ഓൾട്ടാർ ഉണ്ട്. വി ഹാവ് എ മിനി ഓൾട്ടാർ ഫോർ ദ വേർഡ് ഓഫ് ഗോഡ്. ഇറ്റ് ഈസ് കെപ്റ്റ് ദെയർ. നമ്മൾ ഏവൻഗേലിയോൻ മേശ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം സൂക്ഷിക്കാനുള്ള ഏറ്റവും പവിത്രമായ ഒരു സ്ഥാനമാണ്. വി ഗിവ് ഇമ്പോർട്ടൻസ് ടു ദ ബൈബിൾ ആൻഡ് പ്രോമിനൻസ് ടു ദ ബൈബിൾ. വി ബിലീവ് ദ ബൈബിൾ ആസ് ദ വേർഡ് ഓഫ് ഗോഡ് and it is divinely inspired, but it is humanly expressed and humanly written. അപ്പോൾ അതിൻ്റേതായ ചില തെറ്റുകളോ കുറവുകളോ ഒക്കെ വന്നിട്ടുണ്ടാവും. അതിന് നമുക്ക് യാതൊരു തരത്തിലും അതിൽ സംശയമില്ല. ഇക്കാര്യം നമ്മൾ ഓർത്തിരിക്കണം. Again, our worship is profusely rich in the quotations with the Bible. We use luxuriantly the word of God. അത് നമ്മുടെ ആരാധനകളിൽ മുഴുവനുമുണ്ട്. വിശുദ്ധ കുർബാനയിലാണെങ്കിലും മറ്റാരാധനകളിലാണെങ്കിലും എല്ലാം ബൈബിളിനെ വളരെ വളരെ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ബൈബിളിൽ നിന്നുള്ള ഐദർ ഡയറക്റ്റ് കൊട്ടേഷൻസ് ഓർ ഇൻഡയറക്റ്റ് കൊട്ടേഷൻസ് ഫ്രം ദി ബൈബിൾ. അതുകൊണ്ട് എനിക്ക് കൺക്ലൂഷനായിട്ട് പറയാനുള്ളത്, നമ്മൾ ബൈബിൾ എല്ലാ ദിവസവും കൃത്യമായി വായിക്കണം. വി ഡു നോട്ട് റീഡ് ബൈബിൾ, വി ചാൻറ്റ് ദ ബൈബിൾ. അത് നന്നായിട്ട് അപഗ്രഥിച്ച് ധ്യാനിച്ച് വായിക്കുക, അതിന് പാരായണം ചെയ്യുക എന്നാണ് പറയുന്നത്. ബൈബിൾ കൃത്യമായിട്ട് നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും മനനം ചെയ്യുകയും ബൈബിളിലെ സത്യങ്ങൾ അറിയുകയും ബൈബിൾ പ്രകാരം ജീവിക്കുകയും വേണം. അതിന് യാതൊരു തർക്കവുമില്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ അത് ഇൻഫോളിബിൾ ആണെന്നോ അതിനകത്ത് ഹ്യൂമൻ എറർ ഒന്നുമില്ലെന്നോ ഒന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. ഓർത്തഡോക്സ് സഭയുടെ സ്റ്റാൻഡ് ഇതാണ്. ഇനി തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ ഞാൻ ഈ ബൈബിളിൻ്റെ ഫോർമേഷനെ സംബന്ധിച്ച്, എൻ്റെ കാനൻ ഫോർമേഷനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ബൈബിൾ ആൻഡ് ട്രഡീഷൻ എന്നുള്ള വിഷയം സംബന്ധിച്ചുമൊക്കെ ദീർഘമായ ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും. ഇന്ന് ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ ദൈവിക നന്മകളും ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.